സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രശസ്ത നോവലിസ്റ്റുകളുടെ സിനിമകളെക്കുറിച്ച്. ഒന്ന് തകഴി ശിവശങ്കരപ്പിള്ള, അദ്ദേഹത്തിൻ്റെ നോവൽ സിനിമയാക്കിയത് ചെമ്മീൻ, രണ്ടിടങ്ങഴി, അനുഭവങ്ങൾ പാളിച്ച. അനുഭവങ്ങൾ പാളിച്ചയിൽ നസീർ സാറും സത്യം മാഷും, ചെമ്മീനിൽ സത്യം മാഷും മധു, രണ്ടിടങ്ങയിൽ PG ആൻ്റണി. അങ്ങനെ ഇനി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ നോവലുകൾ സിനിമയാക്കിയാണ് ഭാർഗവി നിലയം, നീല വിളിച്ചെന്നുള്ള കഥ ഭാർഗവി നിലയം, മതിലുകൾ, പ്രേമലേഖനം, ബാല്യകാല സഖി, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ഇതെല്ലാം സിനിമയാക്കിയത്. ഇനി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് റൗഡി, രണ്ട് സിനിമയാക്കിയത്. പിന്നെ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം, അത് പ്രശസ്ത നോവലാണ്. പിന്നെ മുട്ടത്ത് വർക്കിയുടെ ഇണപ്രാവുകൾ, അത് അന്നത്തെ പൈങ്കിളി കഥയാണ്. മുട്ടത്ത് വർക്കി പൈങ്കിളി പിന്നെ കഥാകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ അന്നത്തെ കാലത്ത് ആൾക്കാർ കുറേ വായിക്കലുണ്ട്. അതിലൊന്ന് പ്രശസ്ത ഇണപ്രാവുകൾ, പിന്നെ ഒന്ന് മയിലാടും കുന്നും മുട്ടത്ത് വർക്കിയാണെന്ന് സംശയമുണ്ട്. പിന്നെ വേറൊരു കഥയിലെ കഥാകൃത്താണ് G. വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ അത് കള്ളിച്ചെല്ലമ്മ. പിന്നെ വിലാസിനി തൂലികാനാമം, വിലാസിനി കേട്ട പെട്ടെന്ന് സ്ത്രീയാണെന്നിരിക്കും, പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ അന്ന് ഊഞ്ഞാൽ, സോമേട്ടന നായകനായ. പിന്നെ മൊയ്തു പടിയത്തിൻ്റെ നോവൽ സിനിമയാക്കിയ തേനരുവി, സുകുമാരനാണ് നായകൻ. പിന്നെ ഉറൂവിൻ്റെ ഉമ്മാച്ചു, അത് സൂപ്പർ ഹിറ്റ് പടമാണ്. അതും പത്മരാജൻ്റെ ജനയുഗത്തിൽ വന്ന കഥയാണ് ഇതാ ഇവിടെ വരെ. അത് ഇതാ ഇവിടെ വരെ സിനിമ ഇറങ്ങുന്നതിന് എത്രയോ മുന്നേ പത്മരാജൻ്റെ ആ കഥ, പിന്നെ ജനയുഗം ഒരു വാർഷിക പതിപ്പുണ്ട്, വലിയ തടിച്ച ബുക്കാണ്. അതിൽ കുറേ കഥകളുണ്ട്. അതിലൊന്ന് പിന്നെ പത്മരാജൻ്റെ ഇതാ ഇവിടെ വരെ, ഞാൻ ആ കാലത്ത് വായിച്ചിരുന്ന പടം. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ ശേഷമാണ് സിനിമ ഇറങ്ങുന്നത്. പിന്നെ ഒന്ന് പമ്മൻ്റെ നോവൽ സിനിമ വയ്ക്കുന്ന അടിമകൾ, നസീർ സാറിന് അടിപൊളി അഭിനയം കാഴ്ചവെച്ച പടം. പിന്നെ KT മുഹമ്മദിൻ്റെ നാടകമാണ്, എഴുതിയ നാടകത്തിൻ്റെ കഥയാണ് കടൽപ്പാലം. പിന്നെ MT യുടെ എല്ലാവർക്കും അറിയാമല്ലോ, MT യുടെ ഏറ്റവും പ്രശസ്ത നോവൽ സിനിമയാക്കുന്ന ഇരുട്ടിൻ്റെ ആത്മാവ്, പിന്നെ നഗരമേ നന്ദി, നേലാട്ടം, മുറപ്പെണ്ണ്, പിന്നെ അസുരവിത്ത്, ഇതെല്ലാം MT. പിന്നെ MT സിനിമക്കായിട്ട് കഥ നാളായിട്ട് മാറി. ഓക്കെ.